നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു പരീക്ഷ എഴുതുന്നു, പക്ഷേ അർഹിച്ച മാർക്ക് കിട്ടണമെങ്കിൽ വീണ്ടും പണം മുടക്കി റീവാലുവേഷന് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയൊരവസ്ഥയെക്കുറിച്ചാണ് ഈ വിശകലനം. അപ്പോ ഇതാണ് ഈ വിഷയത്തിന്റെ കാതല്. മാർക്ക് കിട്ടണോ? റീവാലുവേഷൻ നടത്തണം? ഇതൊരു വെറും ചോദ്യം എന്നതിലുപരി ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇത് നമ്മളെ നേരെ കൊണ്ടെത്തിക്കുന്നത് ആദ്യത്തെ വലിയ ചോദ്യത്തിലേക്കാണ്. അതായത്, മാർക്ക് കിട്ടുന്നത് ഇപ്പോ ഒരു ഭാഗ്യപരീക്ഷണമായി മാറിയിട്ടുണ്ടോ? ഒരു ലോട്ടറി എടുക്കുന്നത് പോലെ. ഈ കണക്കുകൾ കണ്ടാല് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. 2025 റീവാലുവേഷൻ അപേക്ഷിച്ചവരിൽ ശ്രദ്ധിക്കണം, 60% കുട്ടികൾക്കും മാർക്ക് കൂടിയിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല അല്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? ആദ്യം പേപ്പർ നോക്കിയപ്പോൾ വലിയൊരു വിഭാഗം കുട്ടികൾക്കും അവർക്ക് കിട്ടേണ്ട യഥാർത്ഥ മാർക്ക് കിട്ടിയില്ല എന്ന് തന്നെയല്ലേ? ശരി, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള കണക്കുകളിലേക്ക് പോകാം. അപ്പോഴാണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് ശരിക്കും മനസ്സിലാവുക. നോക്കൂ, 2025 മാത്രം, അതായത് ഒരൊറ്റ വർഷം, യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയ റീവാലുവേഷൻ അപേക്ഷകൾ എത്രയാണെന്നറിയാമോ? 42,058. ഇതൊരു ഭയങ്കര നമ്പറല്ലേ? അതിലും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അപേക്ഷകളിൽ ഏകദേശം 25,000 വിദ്യാർത്ഥികളുടെ മാർക്ക് റീവാലുവേഷനിൽ ശരിക്കും കൂടി. അതായത്, അപേക്ഷിച്ചവരിൽ പകുതിയിൽ കൂടുതൽ പേർക്കും ആദ്യത്തെ തവണ കിട്ടിയത് കുറഞ്ഞ മാർക്കായിരുന്നു എന്ന് സാരം. ഇനി ഇതിന്റെ സാമ്പത്തിക വശമൊന്ന് നോക്കിയാലോ? ഈ റീവാലുവേഷൻ ഫീസായിട്ട് മാത്രം ആ ഒരൊറ്റ വർഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയത് 4 കോടിയിലധികം രൂപയാണ്. ഒന്നോർത്തു നോക്കൂ, ഇത് ആരുടെ പണമാണ്? വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും തന്നെ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും: എന്തിനാണ് മൂല്യനിർണ്ണയത്തിൽ ഇത്രയധികം തെറ്റുകൾ സംഭവിക്കുന്നത്? എന്താണിതിന് പിന്നിൽ? അതെ, എവിടെയാണ് ഈ വാല്യുവേഷൻ പ്രക്രിയയിൽ പിഴവു പറ്റുന്നത്? നമുക്കതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തത്, മാർക്കുകൾ കൂട്ടുമ്പോൾ വരുന്ന സിമ്പിളായ തെറ്റുകൾ, ടോട്ടൽ എടുക്കുമ്പോൾ വരുന്ന പിഴവുകൾ. രണ്ടാമത്തത്, ഈ മാർക്കുകൾ ഉത്തരക്കടലാസിന്റെ മുൻപേജിലേക്ക്, അതായത് ഫ്രണ്ട് ഷീറ്റിലേക്ക് മാറ്റിയെഴുതുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങൾ. പിന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അധ്യാപകരുടെ വലിയ ജോലിഭാരമാണ്. ഒരു ദിവസം ഏകദേശം 25 പേപ്പറുകൾ വരെ ഒരാൾക്ക് നോക്കേണ്ടി വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത്രയധികം പേപ്പറുകൾ നോക്കുമ്പോൾ തെറ്റുകൾ വരാനുള്ള സാധ്യത എത്ര കൂടുതലായിരിക്കും, അല്ലേ? ഇതൊന്ന് കേട്ടു നോക്കൂ. ഒരു കുട്ടിക്ക് റീവാലുവേഷന് മുൻപ് കിട്ടിയത് 95 മാർക്കാണ്. പക്ഷേ റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ അത് വെറും 13 മാർക്കായി മാറി. ഇത് 2019 നടന്നൊരു സംഭവമാണ്. ഒരുപക്ഷേ ഇത് ഒറ്റപ്പെട്ടതാവാം. പക്ഷെ ഇങ്ങനെയൊന്ന് സംഭവിക്കാമെങ്കിൽ ആ സിസ്റ്റത്തിൽ എത്ര വലിയ പാളിച്ചകളുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റിക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു. അവരിതൊന്ന് ശരിയാക്കാനും ഒരു പരിഹാരം കൊണ്ടുവരാനും ശ്രമിച്ചു. പക്ഷേ ഈ ടൈം ലൈൻ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കും. 2019 ആ വലിയ പിഴവ് കണ്ടുപിടിച്ചു. അതിനെ തുടർന്ന് 2020 യൂണിവേഴ്സിറ്റി ഒരു ഉത്തരവിറക്കി, പേപ്പറുകൾ ഒന്നുകൂടി ക്രോസ് വെരിഫൈ ചെയ്യണമെന്ന്. നല്ല കാര്യം. പക്ഷെ എന്താ സംഭവിച്ചത്? 2025 കണക്കുകൾ കാണിക്കുന്നത് ആ പരിഹാരം ഒരു തരത്തിലും ഫലം കണ്ടില്ലെന്നും മാത്രമല്ല, പ്രശ്നം അതിലും വലുതായി എന്നുകൂടിയാണ്. അപ്പോ ഇതിന്റെയൊക്കെ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ്. അതായത്, വിദ്യാർത്ഥികളിലും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും ഇത് മൊത്തത്തിൽ എന്ത് ആഘാതമാണ് ഉണ്ടാക്കുന്നത് എന്നതിൽ. ഇത് വെറും നമ്പറുകളുടെ കളിയല്ല. ഇത് ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോ ഒരു തോന്നല് വ്യാപകമായിരിക്കുകയാണ്: എനിക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്തായാലും റീവാലുവേഷന് കൊടുക്കണം എന്ന്. കഴിഞ്ഞ വർഷം അപേക്ഷിച്ച 60% പേർക്ക് മാർക്ക് കൂടിയപ്പോൾ ആ തോന്നല് ഒന്നുകൂടി ഉറച്ചു. അത്രമാത്രം. അപ്പൊ അവസാനം നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഒരു സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തിലുള്ള വിശ്വാസമല്ലേ ഇവിടെ പൂർണ്ണമായി ഇല്ലാതാകുന്നത്? കഷ്ടപ്പെട്ട് പഠിക്കുന്നൊരു കുട്ടിയുടെ ഭാവിയും അവരുടെ അധ്വാനവും വെറുമൊരു ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്.